ഹലോ ഗൈസ്, എന്താണ് എല്ലാവരും വിശേഷം? സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പെരുന്നാളല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ? കമൻ്റായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്കെടുക്കണം, ഇച്ചുവിനെടുക്കണം, ഉമ്മാക്ക്, ഷെയ്മുക്കാക്ക്, അങ്ങനെ നാത്തൂർക്ക് മക്കൾക്ക് അങ്ങനെയൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എനിക്ക് ബാങ്കിലൊന്ന് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ബസ്സിൽ കയറി, പിന്നെ ബാങ്കിൽ വന്നിറങ്ങിയിട്ടോ. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ബാങ്കിലത്തെ കാര്യങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ അവിടെ കുറച്ച് ഡിലേ ആയി. നമുക്ക് ഒരു അരമണിക്കൂറൊക്കെ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് കുന്നംകുളത്തേക്ക് പോയി. കുന്നംകുളത്തുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതിന് മുന്നേ നമുക്ക് ഡ്രസ്സ് എടുക്കുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടിയും ചെയ്യാനുണ്ട്. നമുക്ക് ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കുറവാണല്ലോ, നമുക്ക് കുറച്ച് സ്വർണ്ണം എടുക്കാം. അതൊന്നും അല്ല കേട്ടോ ഗൈസ്, നമുക്ക് എൻ്റെ കമ്മൽ, ഇതാണ് എൻ്റെ കമ്മൽ. ഈ കമ്മലിൻ്റെ ചങ്കീരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോയതിന് ശേഷം ഞാൻ തൽക്കാലത്തിന് ഒരു ചെമ്പിൻ്റെ ചങ്കീരിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ ചെമ്പിൻ്റെ ചങ്കീരി ഞാൻ ഇപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടി ഊരാൻ സമയത്ത് അതിൻ്റെ അതിലാണ്ട് ഇരുന്നു ഗൈസ്. പിന്നെ ആ വട്ട് മാത്രം എൻ്റെ കയ്യിലായി. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, പുതിയൊരു സ്റ്റഡ് മാറ്റാം. നാത്തിനും കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമില്ല. അതെനിക്ക് വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കിട്ടിയ കമ്മലായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റഡ് മാത്രം മാറ്റി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഇവിടുന്ന് സെറ്റായി കിട്ടി. പിന്നെ നമ്മൾ ഷൈമുക്കാക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. കുന്നംകുളത്ത് തന്നെ ഒരു ഷോപ്പിലായിരുന്നു. അപ്പോൾ ഈ ഇടയിൽ ഷൈമുക്ക് ഫുൾ പ്ലെയിൻ കളർ ഷർട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്ലെയിൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കിയപ്പോൾ ചെക്കായിട്ടുള്ള ഷർട്ടുകളൊക്കെ നല്ല ഭംഗിയുള്ളതുണ്ടായിരുന്നു. നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്, നല്ല റേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ കുഴപ്പമില്ല, നല്ല ഷർട്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഞാനൊരു ചെക്കായിട്ടുള്ളൊരു ഷർട്ടാണ് ഷെയ്മുക്കാക്ക് എടുത്തത് കേട്ടോ. അത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഷർട്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ പോയത് പരാഗ് ഫാഷനിലേക്കാണ്. അവിടെ നമുക്ക് വേണ്ട തരത്തിലുള്ള തുണികളും അതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളും ലൈനിങ്ങും എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഷോളും എല്ലാം ഉണ്ട് അവിടെ. അപ്പം ഞങ്ങൾ അവിടേക്ക് പോയിട്ട് കുട്ടികൾക്ക് എടുക്കണം, പിന്നെ എനിക്ക്, നാത്തൂനിക്ക്, അവൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കയറിയാൽ നമുക്കെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം കുട്ടികൾക്ക് എടുത്തു. അപ്പോൾ കുട്ടികൾക്ക് ഈ ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ കുറച്ച് പ്രിൻ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഈ ഒരു തുണിയാണ് മക്കൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നത്. 3 പേർക്കും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് ഉമ്മ സ്റ്റിച്ച് ചെയ്ത് തരാണ്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ കട്ട് പീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ സംഭവം ഉണ്ട്. കോട്ടൺ മെറ്റീരിയൽ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പല തരത്തിലുള്ള മെറ്റീരിയൽ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു മെറ്റീരിയൽ എടുത്തു ടോപ്പ് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാത്തൂനിക്ക് എടുത്തു. അപ്പോൾ നമുക്കൊക്കെ ടോപ്പ് അടിക്കാൻ ഏകദേശം 2.5-3 ഒക്കെ മതിയാവും. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അമ്മക്ക് പിന്നെ നൂല്, പിന്നെ എലാസ്റ്റിക്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. കുറച്ചിങ്ങനെ ഈ ഉടുപ്പുമ്മലും പിന്നെ ചുരിദാർ അടിക്കാനുള്ള അതിൻ്റെ മാച്ചായിട്ടുള്ള കളേഴ്സുള്ള നൂലൊക്കെ വേണമല്ലോ, അതും കാര്യങ്ങളും. പിന്നെ പാൻറ്റിനുള്ള എലാസ്റ്റിക്, സിബ്, ഉടുപ്പിനുള്ള സിബ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ കയറി നമുക്ക് എല്ലാം ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇച്ചുവിന് എനിക്കൊരു ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു, അതും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇടാൻ മറന്നു പോയതാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് മാക്സി എടുത്തത്. ഉമ്മാക്ക് എപ്പോഴും ഇവിടെ നിന്നാണ് മാക്സി എടുക്കുക, നല്ല മാക്സികൾ കിട്ടാറുണ്ട്. പിന്നെ മാക്സി എടുത്തു. ഇപ്പോൾ ഏകദേശം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ലെവലായിട്ടുണ്ട് ഗൈസ്. എനിക്കും മക്കൾക്കും ഉമ്മാക്കും നാത്തൂനിക്കും ഷൈമുക്കാക്കും എല്ലാവർക്കും സെറ്റായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഇച്ചു അപ്പത്തിന് പാപ്പു ചോദിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ആ ഒരു ഷോപ്പിൽ ഇവൾ കഴിക്കുന്ന ടൈപ്പിലുള്ള ഉഴുന്നുവട, പഴംപൊരി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പപ്സ് വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ മുട്ടയാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ബാക്കി മേലത്തെ മൊരിയുള്ളതൊക്കെ അവൾ കഴിച്ചിട്ട് ഉള്ളിലത്തൊന്നും ഞാൻ കൊടുത്തില്ല. അപ്പോൾ ബാക്കി ഞാൻ കഴിച്ചു. മുട്ടയൊക്കെ അവൾക്ക് കൊടുത്തു. പിന്നെ ഒരു ഫ്രഷ് ലൈം വാങ്ങിയിട്ട് അതും കൂടിയിട്ട് അവൾ കഴിച്ചു കേട്ടോ. അവിടെ വെറും പപ്സ്, കട്ട്ലേറ്റ്, ചിക്കൻ റോൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നിട്ട് ആ ഒരു സമയത്ത് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇച്ചുവിനും ഒരു കുട വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കുടക്ക് ഇവിടെ ഭയങ്കര അങ്കാണ്. അപ്പം ഉമ്മ എന്ത് ചെയ്തു, കുന്നംകുളം പോയപ്പോൾ അവൾക്ക് വെച്ചിട്ടൊരു കുട വാങ്ങിക്കൊടുത്തു. അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു കമ്മലെടുത്തു, ഒരു സ്റ്റഡ് എടുത്തു എന്ന് പറഞ്ഞു, അധികം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടി ഇതിൽ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്.